ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ എക്സ് ത്രീ ഫോണിനെ കുറിച്ചിട്ടാണ്. പോക്കോ എക്സ് 3 പ്രോ ആണിത്. X3 അല്ല, X3 പ്രോ ആണ്. ഓക്കെ, ഞാൻ ഈ ഫോൺ വാങ്ങിച്ചത് EMI ഇട്ടിട്ട് വാങ്ങിച്ചതാണ്. ഏകദേശം എനിക്ക് 20,000 അടുക്കൽ എനിക്ക് ചിലവായിട്ടുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ. അപ്പോൾ ഇത് വാങ്ങിച്ചു, ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമായി വാങ്ങിച്ചതാണ്. അപ്പം എന്താ പറയുക, നല്ല പെർഫോമൻസ് ഉണ്ട്, 60 FPS നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് 128 GB സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഒരുപാട് പ്രത്യേകത ഈ ഫോണിനുണ്ട്. പിന്നെ UFS 3.0 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ സ്റ്റോറേജ് സ്പീഡ് പറയുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാനിത് മുമ്പ് ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല, എനിക്കിതൊരു കുഴപ്പമൊന്നുമില്ല, എടാ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതില്ല, എനിക്ക് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഞാൻ ഫോൺ എടുത്തിട്ട് 4 മാസം കഴിഞ്ഞാൽ അവൻ്റെ ഫോൺ അടിച്ചു പോയി. അന്നേരം പോക്കോക്കാർ റെഡ്മി നോട്ട് 10 റീപ്ലേസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവനത് എന്ത് ചെയ്തു, പോക്കോ കൊടുത്തിട്ട് അവന് റെഡ്മി നോട്ട് 10 കിട്ടി. എൻ്റെ ആ സമയത്തൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഗെയിമൊക്കെ കളിച്ചു, നല്ല വൃത്തി ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. കളിക്കുമ്പോൾ ലാഗും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫോൺ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ എടുത്തത്. അതായത് ഒന്നുകിൽ വീഡിയോ ലൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിലിടാം. പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ക്രിസ്പായിട്ടുള്ള ക്വാളിറ്റി കിട്ടിയിട്ടില്ല. ജസ്റ്റ് എന്താ പറയുക, ഫുൾ HD റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ പോലും ആ ഒരു ക്രിസ്പിനെസ് ഇതിലുണ്ടായിരുന്നില്ല. പക്ഷേ റെഡ്മിയുടെ പഴയ ഫോണായിട്ടുള്ള റെഡ്മി നോട്ട് 8 പ്രോ ഉണ്ട്, അതിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ പിന്നെ ആ ക്രിസ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എന്താ പറയുക, ഇതിൽ അത്ര ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ കളിച്ചു. പിന്നെ ഏകദേശം ഒരു കൊല്ലമാകുമ്പോഴേക്കും, ഒരു കൊല്ലമായിട്ടില്ല, ഏകദേശം ഒരു 7 മാസം ആകുമ്പോഴേക്കും ആശാൻ കംപ്ലൈൻ്റ് ആയി. അത് റീസ്റ്റാർട്ടായിരുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീസ്റ്റാർട്ട് പറഞ്ഞാൽ ഫുൾ റീസ്റ്റാർട്ടല്ല, ചില സമയത്ത് MIUI എന്ന് കാണിച്ചിട്ട് വീണ്ടും വരും. പിന്നെ അങ്ങനെ ദിവസം ഇതിൽ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. ആ സമയത്ത് ഒരിക്കൽ ഇത് ഓഫായി, ഒരു വെയിറ്റ് സ്ക്രീനായി. പിന്നെ അത് ഞാൻ എന്ത് ചെയ്തു, റീസ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓഫാക്കി ഞെക്കി പിടിച്ചിട്ട് വോളിയം കീയും നമ്മളെ പവർ ബട്ടൺ ഞെക്കി പിടിച്ച് ഓഫാക്കില്ല, അങ്ങനെ ഓഫാക്കിയിട്ട് ഒന്ന് ഓണാക്കി നോക്കി. അപ്പോഴും ഇങ്ങനെ എന്താ പറയുക, പിന്നെ അനക്കൊന്നുമില്ല, ഫുൾ ഡെഡായി. ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുത്തു. സർവീസ് സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം എനിക്ക് ബോർഡ് റീപ്ലേസ് ചെയ്ത് കിട്ടി. പിന്നെ ഞാൻ പേടിച്ചു, പിന്നെ ഗെയിമൊന്നും കളിക്കാറില്ല, ലൈറ്റ് യൂസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു. ഒരു മാസം കഴിയുമ്പോഴേക്ക് ആദ്യം കംപ്ലൈൻ്റ് ആയി. ആദ്യം സർവീസ് സെൻറ്ററിൽ കൊടുത്തു, അവർ ആദ്യം ബോർഡ് റീപ്ലേസ് ചെയ്ത് തന്നു. അതിനുശേഷം ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നേരെ എൻ്റെ ഉമ്മാക്കാണ് ഫോൺ കൊടുത്തത്. അപ്പം സാധാരണ എന്താ പറയുക, യൂട്യൂബ് നോക്കുമോ അല്ലെങ്കിൽ കോൾ വിളിക്കുക, പരിപാടി മാത്രമേ ഉള്ളൂ ആൾക്ക്. അപ്പം കൊടുത്തു. പക്ഷേ എന്നിട്ടും വീണ്ടും ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴേക്കും ആദ്യം കംപ്ലൈൻ്റ് ആയി. പിന്നെ അപ്പോഴേക്കും വാറണ്ടി തീർന്നു. പിന്നീട് ഞാൻ ഇത് കൊടുത്തിട്ടില്ല. അങ്ങനെ 2 വട്ടം അവർ സർവീസ് ബോർഡ് മാറ്റി തന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആളിപ്പോഴും ക്ലീനാണ്. ആ ഒരു ബോഡി ഇഷ്യൂ ഉള്ളൂ. ക്യാമറ പെർഫെക്റ്റ്, അതുപോലെ തന്നെ ബാക്കിയൊക്കെ നീറ്റാണ്. നോക്കി എത്ര നീറ്റാണ് നോക്കുക, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനും ഇതേപോലത്തെ X3 പ്രോ ഉണ്ടായിരുന്നു. അവൻ ഇതേപോലെ ബോർഡ് അടിച്ചു പോയതിന് ശേഷം ഈ ഫ്ലിപ്കാർട്ടിൽ എന്താ പറയുക, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കി. അതൊന്നും നടന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അവൻ 2,500 രൂപ എങ്ങാനും കൊടുത്തിട്ട് ഈ CPU ചെയ്യുമല്ലോ, എന്തായാലും ഞാൻ മറന്നുപോയി, റീബോൾന്നോ അങ്ങനെ എന്തൊരു പേരുണ്ട്, അത് ചെയ്തിട്ട് രണ്ടാമത് കൊടുക്കാൻ നോക്കി, നടന്നിട്ടില്ല. അവനും ഇതേപോലെ തന്നെ വീട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട്, ഞാനും വീട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുക, ആർക്കെങ്കിലും ബാറ്ററിയോ പാർട്സോ ക്യാമറ ഉണ്ടെങ്കിൽ 2,000 രൂപയും കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്ര ഉപകാരമായിരുന്നു. അപ്പോൾ ഇതാണ് പോക്കോ X3യുടെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, പോക്കോ X3 ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതിനോട് അത് ബോർഡ് മാറ്റാനോ റീപ്ലേസ് ചെയ്യാനോ പോകണ്ട. കാരണം ബോർഡ് മാറ്റുമ്പോൾ ഏകദേശം 12,000 സംതിങ് രൂപയായിരുന്നു അവർ പറഞ്ഞത്. വാറണ്ടി കഴിഞ്ഞിട്ട് ബോർഡ് മാറ്റുമ്പോൾ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ഏകദേശം 12,000 സംതിങ് നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അല്ലാതെ എന്തോ CPU റീബോളിങ്, നമുക്ക് കറക്റ്റായിട്ട് ആ ടേംസ് കിട്ടുന്നില്ല, മറന്നുപോയി. അങ്ങനെ എന്തോ ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റും. പക്ഷേ എന്നാലും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളുകളെ ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ X3 പ്രോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നന്നാക്കാൻ വേണ്ടി നിൽക്കേണ്ട. സൊല്യൂഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ ഗെയിമിംഗ് ഉദ്ദേശിക്കുന്നെങ്കിൽ പുതിയ ഫോൺ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ, ഞാൻ ഇതിന് ശേഷം 2 ഫോൺ വാങ്ങിച്ചു. അത് പുതിയതല്ല, സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിച്ചത്. OnePlusൻ്റെ 70 ആണ് വാങ്ങിച്ചത്. OnePlusൻ്റെ 70 വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അതിന് മുമ്പ് എനിക്ക് OnePlus ഉണ്ടായിരുന്നു. OnePlus 3T ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ 70 ചെറിയ പൈസക്ക് കിട്ടിയപ്പോൾ, ചെറിയ പൈസ അല്ല, എനിക്ക് ഏകദേശം 11,000 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ഡിസ്പ്ലേ മാറ്റിയ ഫോണാണ്. ഞാനത് വാങ്ങിച്ചു. വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്ക് ഇതിൻ്റെ ക്യാമറ വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത്. അടിപൊളി ക്യാമറ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് OnePlusൻ്റെ ക്യാമറയാണ് ഉപയോഗിക്കുന്ന. ആപ്ലിക്കേഷൻ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീ ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ. ആ ഒരു ക്യാമറ വെച്ച് എടുക്കുന്നത്, അതുപോലെ തന്നെ പിക്ചർ വെക്കും, നല്ല ക്വാളിറ്റി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഫോൺ കൊണ്ട്. സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിച്ചു ഇപ്പോൾ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു. ഹാർഡായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്, നല്ലോണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഏകദേശം 33 വാട്ട്സിൻ്റെ
ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് X3 Pro നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആരും ചതിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ചില ആൾക്കാർ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ ഇതായിരിക്കെങ്കിലും വിറ്റാണോ എന്ന്. പ്രാക്ക് കിട്ടും, എന്തിനാണ് വെറുതെ. അതുകൊണ്ട് കൂടി വന്ന് നമുക്ക് അത്രയും പൈസ ഇത് കിട്ടും. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, ഞാൻ പറയുന്നത് എന്താണ് ഞാൻ വെറുതെ ആരും കൊടുത്ത് നിങ്ങൾ പറ്റിക്കരുത്. എന്താ പറയുക, ആർക്കെങ്കിലും ഇപ്പം X3 അല്ലെങ്കിൽ X3 Pro ഒരാൾക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാമറ ഇഷ്യൂ ഡിസ്പ്ലേ ഇഷ്യൂ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കാമെന്നല്ലാണ്ട് ഒരിക്കലും ഫോൺ ഈ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് ശരിയാക്കിയിട്ട് പെട്ടെന്ന് വിറ്റൊഴിവാക്കാൻ ഹിന്ദിക്കാർക്കും അങ്ങനെ ആർക്കും വിറ്റൊഴിവാക്കാൻ നോക്കരുത്. ആ ഒരു മോശം കാര്യമാണ്. നമ്മളൊരാൾ അറിഞ്ഞുകൊണ്ടിരിക്കലും പറ്റിക്കരുത്. ആ പൈസ കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ഈ X3 Pro എന്ന് പറയുന്ന ഡിവൈസ് ആർക്കും വിൽക്കരുത്. അതുപോലെ നിങ്ങളോട് പറയാം, ഒരു കാരണവശാലും X3 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ സെക്കൻഡ് ഹാൻഡ് നിങ്ങൾ ആരും എടുക്കരുത്. കാരണം നല്ല ഫോണാണ്, എല്ലാം സംഭവമാണെങ്കിലും ഇതിന് എന്താ പറയുക, അസൽ പണ്ടത്തെ ചൈന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. എല്ലാവർക്കും കംപ്ലയിൻ്റ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും X3 Pro ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, അങ്ങനത്തെ യൂസേഴ്സ് ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ നല്ലോണം ഉപയോഗിച്ച ആൾക്കാർക്കും അതുപോലെ തന്നെ അധികം ആൾക്കാർക്കും ഈ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക സെറ്റ് അങ്ങനെ തന്നെ. ഈ ഒരു X3 Pro എന്ന് പറയുന്ന സീരീസിൽ ഓൾമോസ്റ്റ് നല്ലൊരു വിഭാഗം, ഒരു 80% ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നെന്ന് എനിക്ക് തോന്നുന്നു. വാറണ്ടിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആശാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അധികാരം ചോദിക്കുന്നത് നിങ്ങളുടെ ഫോൺ എന്തായി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെഡ്, മരിച്ചുപോയി. പവർ ബട്ടൺ ഒരനക്കമില്ല, ആൾ മരിച്ചുപോയി. അപ്പോൾ പിന്നെ ഞാൻ സാധാരണ എനിക്കൊരു സ്വഭാവമുണ്ട്, ഉപയോഗിച്ച ഫോണൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പഴയതാണെങ്കിലും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു കളക്ഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഓർമ്മയ്ക്ക് അങ്ങനെ ഇവിടെ വെക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ സാധാരണക്കാരെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊന്നും അത്ര റിച്ചൊന്നുമല്ല, വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ്. അപ്പോൾ ഇത് വിറ്റിട്ട് എന്തെങ്കിലും ഒരു പൈസ കിട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ക്യാമറയോ അതിൻ്റെ ഡിസ്പ്ലേയോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം, ബാറ്ററിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം. കാരണം എനിക്കിത് വമ്പൻ നഷ്ടമായിരുന്നു വാങ്ങിച്ചത്. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുമില്ല. ഉദ്ദേശിച്ച പെർഫോമൻസ് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് കളിക്കാനുള്ള ആ പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. പിന്നെ ഇതിലും എന്താ പറയുക, അതൊക്കെയായിരുന്നു മോശം അനുഭവം. ക്യാമറ അത്യാവശ്യം കൊള്ളായിരുന്നു സാധാ പിക്ക് എടുക്കുന്നതിൽ. പക്ഷേങ്കിൽ X3 Proയും അതുപോലെ തന്നെ 70 ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫാർ ബെറ്ററാണ് 70. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ X3 Pro ആണെങ്കിൽ പിന്നെ വേറെ ചോദ്യമൊന്നുമില്ല, റിപ്പയർ ഇല്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കേടായി കഴിഞ്ഞാൽ അവിടെ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങളുടെ X3 Pro കേടായിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.